വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റലൈസേഷൻ, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഈ മൂന്നിൻ്റെ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് മെയിനായിട്ട് തിയറി തന്നെയാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേത് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഘടകങ്ങൾ കാരണമാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതിന് എന്താണ് ഇങ്ങനെ റേഷ്യോ, ഈ റേഷ്യോ ഉണ്ടല്ലോ, ഇപ്പോൾ എക്വിറ്റി ഷെയറിന് റേഷ്യോ വെക്കുന്നു, നമ്മൾ പ്രിഫറൻസ് ഷെയറിന്, അങ്ങനെ ഓരോന്നിനും ഈ റേഷ്യോ വെക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ഓർ ഇൻഫ്ലുവൻസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ദ ഫാക്ടേഴ്സ് ഗവേണിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്ലാൻ ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. So while determining the capital structure, a number of factors should be taken into consideration. These factors can be classified into two: internal factors and external factors. അപ്പോൾ രണ്ട് തരത്തിലാണ്, ഇൻറ്റു ടു ആണ്. ഓക്കെ, ടു ഇൻറ്റേർണൽ അല്ല, രണ്ട് മെയിൻ ഫാക്ടേഴ്സാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നത്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടറും ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടറുമാണ്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ കമ്പനീൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിനുള്ളിലുള്ള ഘടകങ്ങളാണ്, സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഫാക്ടേഴ്സായി വരുന്നത്. These are the characteristics or peculiar features of the company. The various internal factors are outlined as below. അപ്പോൾ താഴെയാണ് ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി ഒരു ഇൻറ്റേർണൽ ഫാക്ടറാണ്. എന്താണ്, വൈൽ ഡിസൈഡിങ് ഓർ പ്ലാനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫേം ഷുഡ് കീപ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ദ ഫേം ഷാൽ വർക്ക് ഔട്ട് പ്രോപ്പർ EBIT EPS അനാലിസിസ്. നിങ്ങളിവിടെ എഴുതി വെക്കുക, EBIT എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. നമ്മൾ അവസാനം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട്, അതാണ് EBIT. ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ നമ്മൾ ഈടാക്കുന്നതിന് മുൻപ് നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുമല്ലോ, നമ്മുടെ എല്ലാ ചിലവുകളും കിഴിച്ചിട്ട്. അതേപോലെ EPS ആണ്, ഒരു ഷെയർ ഹോൾഡർക്ക് ഈ പ്രോഫിറ്റിന് എത്ര കിട്ടും. ഇപ്പോൾ 100 ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ 100 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്താണ്, 1 രൂപയായിരിക്കും. അല്ലെ, 100 രൂപ പ്രോഫിറ്റ് കിട്ടി, 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഫുള്ളായിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന പൈസ എത്രയാണ്, 100 രൂപയാണ്. അതാണ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ നമ്മൾ ആ പ്രോഫിറ്റബിലിറ്റി ഒരു വലിയ ഘടകമാണ്. നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിന് എന്താണ്, എത്രമാത്രം പ്രോഫിറ്റബിൾ. ഇപ്പോൾ പെട്ടെന്ന് ഇൻട്രസ്റ്റ് നിരക്ക് കുറയാണ്, നന്നായിട്ട് ഗവൺമെൻറ് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ കൂടുതലായിട്ട് എന്തിറക്കണ്ട, ഇക്വിറ്റി ഷെയർ ഇറക്കണ്ട, നമുക്ക് ഡെപ്റ്റ് എടുത്താൽ മതി, ലോൺ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ലോൺ എടുക്കുമ്പോൾ എന്താണ്, ഇൻട്രസ്റ്റ് കുറവാണ്, അപ്പോൾ പ്രോഫിറ്റബിൾ ആവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് പ്ലാൻ ചെയ്യുമ്പോൾ തീരുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ലിക്വിഡിറ്റി. വൈൽ പ്ലാനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, an important factor to be considered is liquidity. For ensuring liquidity, it is necessary to undertake cash flow analysis. ഓക്കെ, അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ലിക്വിഡിറ്റി നോക്കണം, ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ നോക്കണം. ഓക്കെ, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ഇത് നമ്മുടെ ഫണ്ട് ശേഖരിക്കണ നേരത്തെ സ്ഥാപനത്തിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം, പൈസ വിനിമയം ചെയ്യാൻ വേണം. അപ്പോൾ വിനിമയം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് പൈസ, അത് കഴിഞ്ഞാൽ ഗോൾഡ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ലിക്വിഡായിട്ട് ഏറ്റവും ലിക്വിഡായ അസറ്റ് പൈസയോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസും ആണ്. ബാങ്ക് ബാലൻസിനെക്കാട്ടി ലിക്വിഡാണ് നമ്മളെ കയ്യിലുള്ള പൈസ, പെട്ടെന്ന് നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം എപ്പോഴും ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് എന്ത്, ഫ്ലെക്സിബിലിറ്റി. ദ ഫേം വൈൽ ഡിസൈഡിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷാൽ എൻഷുർ ഫ്ലെക്സിബിലിറ്റി ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് നോട്ട് ബി സച്ച് ദാറ്റ് ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ് സ്കോപ്പ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ത്രൂ ഡെപ്റ്റ്. അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇക്വിറ്റി ഷെയർ മാത്രം വാങ്ങിയാൽ ഫ്ലെക്സിബിൾ ആയില്ല, കുറച്ചും കൂടി നമ്മൾ എന്താണ് ഡെപ്റ്റ് കൂടി വാങ്ങാനുള്ള, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡെപ്റ്റ് ഉണ്ട്. ഡിബെഞ്ചർ നമുക്ക് എന്താണ് ഇഷ്യൂ ചെയ്തിട്ട് പൈസ ഇറക്കാം, അതുപോലെ ബോണ്ട്, ബാങ്ക് ലോൺ എടുക്കാം. ഓക്കെ, അങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള സ്കോപ്പ് ഉണ്ടായിരിക്കണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്, അല്ലാണ്ട് ഒന്ന് മാത്രമേ വാങ്ങൂ, അത് റിജിഡായി പോരുത്, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഓക്കെ, മൂന്നാമത്തെ ഇൻറ്റേർണൽ ഫാക്ടറാണ്. ഈ നാലാമത്തെ ഇൻറ്റേർണൽ ഫാക്ടർ എന്താണ്, സൈസ് ഓഫ് ബിസിനസ് ആണ്, ബിസിനസ്സിൻ്റെ വലിപ്പമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ ഇക്വിറ്റി ഷെയർ നടക്കില്ലല്ലോ, അല്ലെങ്കിൽ ഡിബെഞ്ചർ വാങ്ങാൻ നടക്കില്ല, നമ്മളധികം എന്തായാലും ലോൺ എടുക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള പൈസ ബിസിനസ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ ലോൺ എടുക്കേണ്ടി വരും. പിന്നെ ഒരു ഇക്വിറ്റി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഓണറിൻ്റെ ഫണ്ട് കിട്ടില്ല, പിന്നെ അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിലേക്ക് മാറേണ്ടി വരും. അത് സ്ഥാപനം വലുതാവുക ചെയ്യുക. അപ്പോൾ ചെറിയ സ്ഥാപനങ്ങൾക്ക് കൂടുതലും ലോൺ അല്ലെങ്കിൽ ഡെപ്റ്റ് ആശ്രയിക്കേണ്ടി വരും. വലിയ സ്ഥാപനങ്ങൾക്ക് ഇക്വിറ്റി പോലുള്ള ഈ പറഞ്ഞ ഫണ്ടിൻ്റെ ആശ്രയങ്ങൾ അവർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ സ്മോൾ കമ്പനീസ് ടു റേസ്
ലോങ് ടേം ഡെപ്റ്റ്. ഞാൻ നേരത്തെ ലോങ് ടേം ഡെപ്റ്റ് ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ് ചെറിയ സ്ഥാപനങ്ങൾക്ക്. ഹെൻസ് ദേ ഡിപ്പെൻഡ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റേൺഡ് ഏർണിങ്സ്. സ്മോൾ കമ്പനീസ് ആണ് കേട്ടോ, സ്മോൾ ഫേംസ് അല്ല. ഞാൻ നേരത്തെ ഉദാഹരിച്ചത് നിങ്ങളുടെ അടുത്ത് ഏകാംഗ വ്യാപാരത്തിൻ്റെ കേസാണ്. കമ്പനികളുടെ കേസാകുമ്പോൾ ചെറുകിട കമ്പനികളാണെങ്കിൽ അത് ഒരൊറ്റ വ്യക്തി നടത്തുന്ന ബിസിനസ് അല്ല. അപ്പോൾ ചെറിയ കമ്പനികൾക്ക് അവരുടെ കൂട്ടിവെച്ച ഈ പ്രോഫിറ്റോ അല്ലെങ്കിൽ അവർ തന്നെ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് 5-10 ഇട്ടിട്ട് ഫണ്ട് റേസ് ചെയ്യാന്നല്ലാതെ അവർക്ക് ലോങ് ടേം ഡെപ്റ്റ് കിട്ടില്ല ചെറിയ കമ്പനികൾക്ക്. ഓക്കെ, എ ലാർജ് കമ്പനി റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഇറ്റ് കനോട്ട് ബി റേസ് ത്രൂ സിംഗിൾ സോഴ്സ്. അപ്പോൾ ഒരു ലാർജ് കമ്പനി ആകുമ്പോൾ വലിയ ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പോൾ അത് പലതരത്തിലുള്ള സോഴ്സുകളിലേക്ക് പോകേണ്ടി വരും ഈ ക്യാപിറ്റൽ സമാഹരിക്കാൻ വേണ്ടി. ഇനി അടുത്ത പോയിന്റ് നമുക്കൊന്ന് നോക്കിയാലോ. നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അല്ലേ. നമ്മളിപ്പോൾ ട്രേഡിങ് നടത്തുന്ന മാതിരിയല്ല. മാനുഫാക്ചർ നടത്താമെന്ന് പറയുമ്പോൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, മെഷീനറീസ് വേണം, സ്ഥലം കൂടുതൽ വേണം, വലിയ ബിൽഡിങ് വേണം, പ്ലാന്റ് വേണം, ഇതൊക്കെ വേണം. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഇൻ സച്ച് ഫേംസ് ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അധികം ലോണുകൾ, അതായത് വലിയ ഫിക്സ്ഡ് കോസ്റ്റ് വരിക, അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന വലിയ വലിയ ലോണുകൾ എടുക്കേണ്ടി വരും. അതെ, അതല്ലാതെ നമുക്ക് പരമാവധി ഇക്വിറ്റി ഷെയറിലൂടെ സമാഹരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ക്യാപിറ്റൽ മീൻസ് അവർ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വരുന്നത്. പിന്നെന്താണ്? റെഗുലാരിറ്റി ഓഫ് ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം. സോ ഡിബഞ്ചേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ഓൺലി വെൻ ദ കമ്പനി എക്സ്പെക്ട് എ ഹൈ ആൻഡ് റെഗുലർ ഇൻകം. എപ്പോഴും നമ്മുടെ വരുമാനം സ്ഥിരമാണെങ്കിൽ മാത്രമേ ഡിബഞ്ചറോ അല്ലെങ്കിൽ ലോണൊക്കെ നമ്മൾ ആശ്രയിക്കാൻ പാടുള്ളൂ. കാര്യം അതിന് ഫിക്സ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുമിഞ്ഞു കൂടിയിട്ട് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അതും കൂടി അടയ്ക്കേണ്ടി വരും. അല്ല, നമ്മൾ അടവ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മുതൽ മാത്രം അടയ്ച്ചാൽ പോരല്ലോ, ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഇൻട്രസ്റ്റ് തെറ്റിയാൽ പിന്നെ ഇൻട്രസ്റ്റ് ഒഴിവായി വിടില്ലല്ലോ. അതിൻ്റെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഇൻട്രസ്റ്റിൻ്റെ പുറത്തുള്ള, അതായത് പലിശക്ക് പുറത്തുള്ള പലിശ വരും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ ഇൻകം നമുക്കുണ്ടാവും എല്ലാ കൊല്ലവും കൃത്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡിബഞ്ചറോ അല്ലെങ്കിൽ ലോണൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കുകയോ ലോണിലൂടെ പൈസ കടം വാങ്ങിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ് വൈൽ ലുക്കിംഗ് ഫോർ വൈൽ പ്രൊപ്പോർഷനേറ്റിംഗ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, പ്രിഫറൻസ് ഷെയർ മേ ബി ഇഷ്യൂഡ് വെൻ ദ ഏർണിങ്സ് ആർ ഇറഗുലർ ബട്ട് ഫെയർലി ഹൈ. അപ്പോൾ ഏർണിങ്സ് ഇറഗുലർ ആണ് നമുക്ക്, പക്ഷേ കിട്ടുന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആയിരിക്കും നന്നാവുക. അതാവുമ്പോൾ പിന്നെ അതിലൊരു ഇൻട്രസ്റ്റ് മാറി തന്നെ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എന്തായാലും കൊടുത്തിരിക്കണം, പക്ഷേ വലിയൊരു റിസ്ക് ഇല്ല ഡിബഞ്ചറോ ലോണോ പോലെ. അപ്പോൾ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് എഴുതാവുന്നതാണ്. അതാണെന്ന് ബ്ലൂ കളറിൽ കൊടുത്തത്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കൺസേൺ, ഇൻകം ഇസ് റെഗുലർ ആൻഡ് സർട്ടൻ. Hence, the capital structure includes debenture and preference shares. When the earnings are uncertain and unpredictable, equity shares alone should be issued. അപ്പോൾ വലിയ പബ്ലിക് യൂട്ടിലിറ്റി ഉള്ള, ഇപ്പോൾ പറയുകയാണെങ്കിൽ ടെലികോം കമ്പനികളൊക്കെ പബ്ലിക് യൂട്ടിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇൻകം കുറയില്ല. എന്തായാലും നമ്മൾ എല്ലാ മാസവും റീചാർജ് ചെയ്യും. ഇപ്പം നിലവിലുള്ള വരിക്കാരെന്തായാലും അവർക്കറിയാം മിനിമം ഒരു 6 മാസത്തെങ്കിലും അവർ ചെയ്യും, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കമ്പനി വന്നവരെ കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പബ്ലിക് യൂട്ടിലിറ്റി സ്ഥാപനങ്ങളൊക്കെ എന്തില്ല, അവർക്കൊക്കെ ഡിബഞ്ചറും ഈ പറഞ്ഞ പ്രിഫറൻസ് ഷെയറൊക്കെ നോക്കാം. പക്ഷേ ഈ ഏർണിങ്സ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ ഇക്വിറ്റി ഷെയറാണ് നല്ലത്. കാര്യം ഇപ്പോൾ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് നിർബന്ധമായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് വർക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് സിവിയർ കോമ്പറ്റീഷൻ റിലൈ മോർ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പിന്നെ 7ാമത്തേതാണ് പീരീഡ് ആൻഡ് പേർപ്പസ് ഓഫ് ഫിനാൻസിങ്. പിന്നെ ഫിനാൻസിങ്ങിൻ്റെ ഒരു പീരീഡ്, ടൈം ഗ്യാപ്പും അതിൻ്റെ പേർപ്പസും. ഇക്വിറ്റി ഷെയർസ് ആർ ബെസ്റ്റ് ചോയ്സ് ഫോർ ഫണ്ട്സ് റിക്വയർ ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്, സ്ഥലം വാങ്ങാനോ ബിൽഡിംഗ് കിട്ടാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ നോക്കണം നല്ലത്. ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആർ പ്രിഫേർഡ് ഫോർ മീഡിയം ടേം ഫിനാൻസ്. നമുക്ക് ഇടക്കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഡിബഞ്ചർ വാങ്ങിയാൽ മതി. അതായത് വലിയ തുക ശരിക്കും ഇക്വിറ്റി ഷെയറിന് സമാഹരിച്ചിട്ട് ചെറിയ തുകകൾ അധികം ഡിബഞ്ചറിനും പ്രിഫറൻസ് ഷെയറിനൊക്കെ സമാഹരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ബെറ്റർ ഫോർ മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ. ഈ പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറൊക്കെ മോഡേണൈസേഷനും എക്സ്പാൻഷനൊക്കെയാണ് നല്ലത്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളോട് 2 മാർക്കിന് തനിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി? അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം.
The use of debentures, loans and preference share along with equity share is known as trading on equity. എന്താണ് നമ്മുടെ ഡിബഞ്ചർ, ലോണ്, പ്രിഫറൻസ് ഷെയറും എന്തിൻ്റെ കൂടി യൂസ് ചെയ്യുക, ഇക്വിറ്റി ഷെയറും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ് along with equity share capital is known as trading on equity. Okay. Then desire to retain control. ഇത് നമ്മൾ അടുത്ത ഇൻറ്റേർണൽ ഫാക്ടറാണ്. ഇഫ് ദ മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ടു retain control over the company, it may may raise additional capital through the issue of preference share. ഇത് വെട്ടിക്കളയാ, ഞാനിത് ഒന്ന് ഒഴിവാക്കിക്കോളാം കേട്ടോ ക്ലാസ്സിൽ നിന്ന്, നോട്ടിൽ നിന്ന്. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇറക്കണമെന്നല്ലേ, അല്ലെങ്കിൽ ഡിബഞ്ചറോ കാര്യങ്ങളൊക്കെ ഇറക്കണമെന്നല്ലേ, ഇക്വിറ്റി ഷെയറുകൾ ഇറക്കരുത്. ഇക്വിറ്റി ഷെയർ ഇറക്കിയാൽ എന്താണ്, ആ വാങ്ങുന്ന ആൾക്കാരും കമ്പനീൻ്റെ ഓണറായി മാറുകയാണ്. അപ്പോൾ അവർക്കും എന്താണ് ഒരു അധികാരം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഷെയറുകൾ ഇറക്കുക. പിന്നെ അസറ്റിൻ്റെ സ്ട്രക്ചർ, ദ ക്വാണ്ടിറ്റി ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ് ഇൻ ദ ടോട്ടൽ അസറ്റ് ഓൾസോ എഫക്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ കൂടുതലും ഫിക്സ്ഡ് അസറ്റ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ ഇറക്കുക, കൂടുതലും കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ബാലൻസ് ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണല്ലോ അസറ്റ് വരിക, ഫിക്സ്ഡ് അസറ്റും അതുപോലെ കറണ്ട് അസറ്റും. അപ്പോൾ ഇതാണ് കൂടുതലെങ്കിൽ എന്താ വെച്ചാൽ ഫിക്സ്ഡ് അസറ്റാണ് കൂടുതലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ ഇറക്കുക, കറണ്ട് അസറ്റുകളാണ് കൂടുതലെങ്കിൽ പ്രിഫറൻസ് ഷെയറോ ഡിബഞ്ചറോ ഇറക്കണമാണ് നല്ലത്. അതാണ് നമ്മുടെ ഒരു ഇതിൽ പറയുന്നത്. കാര്യം വലിയ എമൗണ്ട് അത് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ ഹെവി ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും, അത്രമാത്രം പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ചെറിയ എമൗണ്ടുകളൊക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് എമൗണ്ട് കുറയല്ലോ, പെർസെൻറ്റേജ് കൂട്ടിയാലും എമൗണ്ട് കുറയുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, റെഗുലാരിറ്റി ഓഫ് ഇൻകം, പീരീഡ് ആൻഡ് പേർപ്പസ് ഓഫ് ഫിനാൻസിങ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഡിസയർ ടു റിട്ടേൺ കൺട്രോൾ, അസറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എസ്സേ ആയിട്ടാണ് ചോദിക്കുക, ഒരുപാട് നിങ്ങൾക്ക് എഴുതാണ്ട്. ഓക്കെ, ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇനി നമ്മളതിൻ്റെ രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് ആണ് വരുന്നത് അല്ലേ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ദീസ് ഫാക്ടേഴ്സ് ആർ കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ ദ എക്കണോമി ആൻഡ് ദ ഇൻഡസ്ട്രി ടു വിച്ച് കമ്പനി ബിലോങ്സ്. ദ മാനേജ്മെൻറ്റ് ഹാസ് നോ കൺട്രോൾ അപ്പോൺ സച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് സ്ഥാപനത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അതിലെന്താണ്, കണ്ടീഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റാണ്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതേമാതിരി ബാങ്കുകൾ, ഇതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ക്യാപിറ്റൽ കിട്ടുന്നത്, ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു മൊത്തത്തിലുള്ള പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. നമുക്ക് ഫണ്ട് കിട്ടുന്നത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, അവിടെ ഷെയറുകൾ ഇറക്കി നമുക്ക് ഫണ്ട് ശേഖരിക്കാം, ആൾക്കാർ ഷെയർ വാങ്ങിക്കോളും. അപ്പോൾ ഇതിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുക നമ്മൾ. ഇന്ത്യയിലാകുമ്പോൾ എല്ലാം തരത്തിലുള്ള ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ വെഞ്ചർ ക്യാപിറ്റലോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇന്ത്യയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഇറക്കുന്നുണ്ട്, ഡിബഞ്ചർ ഇറക്കാം നമുക്ക്, അതേപോലെ നമുക്ക് ലോൺ എടുക്കാം. ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ ഇൻവെസ്റ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ ഇൻവെസ്റ്റർ എന്നാണ് ഇപ്പോൾ പെട്ടെന്ന് മുമ്പ് കോവിഡ് സമയങ്ങളിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ അറച്ചെന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാറി അല്ലേ. ചില സ്വർണത്തിൻ്റെ വില കുറയുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ ഷെയറുകൾ വാങ്ങുന്നത് ഒഴിവാക്കിയിട്ട് സ്വർണ്ണം വാങ്ങാൻ പോകും. അപ്പോൾ അങ്ങനെ ഓരോ സമയങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ സമീപനത്തിന് മാറ്റങ്ങൾ വരും. അപ്പോൾ അത് ഒരു വലിയ ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആകെ 1% ആൾക്കാരുടെ ഷെയർ വാങ്ങാറുള്ളൂ. കാരണം എല്ലാവർക്കും പേടിയാണ് ഷെയർ വാങ്ങാൻ. അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അമേരിക്ക പോലത്തെ രാജ്യങ്ങളൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എന്ന് വെച്ചാൽ നിങ്ങളൊരു 10 ലക്ഷം രൂപ കടം വാങ്ങി. ഇപ്പോൾ ഉദാഹരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഒരു ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി പറയുന്നത് എന്താണ്, ഇയാൾ തരാം, പക്ഷേ ഇയാൾ 20% പലിശ വേണം. ഈ ബാങ്ക് പറയുന്നത് 5% പലിശ മതി. നമ്മൾ എവിടെ പോയിട്ട് ലോൺ എടുക്കുള്ളൂ, ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുള്ളൂ അല്ലേ. ഈ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുള്ളൂ. കാര്യം എന്താണ്, ഇവിടെ കോസ്റ്റ് ഓഫ് ഫിനാൻസ് കുറവാണ്. നമ്മൾ അടയ്ക്കേണ്ട പലിശയാണ് കോസ്റ്റ് ഓഫ് ഫിനാൻസ്. അതായത് നമ്മൾ മുതലിലേക്ക് അടയ്ക്കുന്ന പൈസ അല്ലാതെ അധികമായി അടയ്ക്കുന്ന പൈസ ഉണ്ടല്ലോ, മെയിനായിട്ട് പലിശയാണ് വരിക. അപ്പോൾ അത് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ചിലപ്പോൾ പലിശ നിരക്കൊക്കെ ഗവൺമെൻറ് കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് കൂടും, ലോണിനും ഡിബഞ്ചറിനൊക്കെ. അപ്പോൾ നമ്മൾ അധികം ഇക്വിറ്റി ഷെയർ ഇറക്കേണ്ടി വരും. ദ കോസ്റ്റ് ഓഫ് ഫിനാൻസ് ഓൾസോ എക്സസൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദ സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റി. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു എംപ്ലോയ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ടു മാക്സിമൈസ് റിട്ടേൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശ്രദ്ധിക്കുക.
പിന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. വൈൽ ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദ കമ്പനി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് വേരിയസ് ലോസ് ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. ടാക്സേഷൻ പോളിസി. അപ്പോൾ നമ്മളെന്താണ് ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ നയങ്ങൾ നോക്കിയിട്ട് അപ്പോൾ എന്താണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ അത് മുഖാന്തരമൊന്നും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് നയം എന്താണ് അതിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് മുഖാന്തരം ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ലീഗൽ ആക്ഷൻസ് വരും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഗവൺമെൻറ് ടാക്സേഷൻ പോളിസി. ഇപ്പോൾ ചിലപ്പോൾ എന്താണ് ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരും കുറച്ച് കാര്യം ഈ ടാക്സ് എന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ് ബോണ്ട് വാങ്ങുമ്പോൾ അതിന് ഡിഡക്ഷൻ കിട്ടും ടാക്സ് എന്ന്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു ഘടകമാണ് ടാക്സേഷൻ പോളിസി. ഹൈ ടാക്സ് റേറ്റ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. ഹൈ ടാക്സ് ഡിസ്കറേജസ് ദ ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് എൻകറേജസ് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ടാക്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മളധികം ഡിബഞ്ചർ വാങ്ങണം നല്ലത് ഷെയർ വാങ്ങുന്നതിനെക്കാട്ടിയും. കാര്യം ടാക്സിൻ്റെ നിരക്ക് കുറയും. കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഡിവിഡൻഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്തിൽ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അപ്പോൾ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്താണ്. അപ്പോൾ ടാക്സ് കൂടിയ ഡിബഞ്ചറായിട്ട് ഇറക്കുന്നതാണ് നല്ലത്. പിന്നെ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ്. മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് ഡിഫർ ഇൻ സ്കിൽസ് ജഡ്ജ്മെൻറ്റ് എക്സ്പീരിയൻസ് ടെമ്പറമെൻറ്റ് എക്സെട്ര. അപ്പോൾ മാനേജ്മെൻ്റ് ഒരു കഴിവ് എന്താണ് ഈ പറയുന്ന ഇതിൽ വരുന്നില്ല. അതും നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. മാനേജ്മെൻറ്റ് കഴിവാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പം അതും എന്താണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടറിൽ വരുന്നത് 1, 2 അത് കണ്ടീഷൻ ഓഫ് മാർക്കറ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റർ, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, ലീഗൽ റിക്വയർമെൻറ്റ്, ടാക്സേഷൻ പോളിസി, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇന്റേണൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് മീനിങ് ഓഫ് ഒപ്റ്റിമം ഓർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മളൊരു ഏറ്റവും നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ബാലൻസ്ഡ് അല്ലേ. നമുക്കൊരിക്കലും ബെസ്റ്റ് എന്ന് പറ്റില്ല, ബാലൻസ്ഡ് പറ്റില്ല. ഒരു ബാലൻസ്ഡ് ലൈഫ്. നമ്മളിപ്പോൾ വളരെ നല്ലവൻ എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റില്ല, തീരെ ദേഷ്യപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതെന്താണ് നമ്മൾ ഏത് സമയത്ത് നമ്മളൊരു ബാലൻസിങ്ങിൻ്റെ വലിയ വിഷയം ഉണ്ടല്ലോ. നമ്മൾ ഏത് നേരത്ത് ചില നേരത്ത് ദേഷ്യപ്പെട്ടേ പറ്റൂ. നമ്മൾ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന മാതിരി ഒരു പബ്ലിക് സ്പേസ് നമ്മളോട് ഒരാൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ദേഷ്യപ്പെടാതെ വേറെ നിവൃത്തിയില്ല. നമ്മൾ അവിടെ മുണ്ടാണ്ട് നിന്നാലാണ് നമുക്ക് പിന്നീട് നമുക്ക് തന്നെ കുറ്റബോധം തോന്നുക. പക്ഷെ എന്ന് കരുതി ദേഷ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. അപ്പോൾ ദേഷ്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് സാധനമാണ്. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുകയെന്ന് വെച്ചാൽ അയാളെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ നമ്മൾ വാക്കുന്ന പല സംഗതികൾ വരും. പക്ഷേ നമുക്കെന്താണ് ചില സമയത്ത് അത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മളൊരു ലൈഫ് ബാലൻസ്ഡ് ആയിരിക്കണം. സ്നേഹം വേണം, അതുമാതിരി എന്താണ് ചില സംഗതികൾ നമ്മൾ വെറുക്കുകയും വേണം. എല്ലാത്തിനും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബാലൻസ് കണ്ടെത്തുന്നതാണ് നമ്മൾ ലൈഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഇതേമാതിരിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതൊരു ബാലൻസ് കണ്ടെത്തുക, അതാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. So every company wishes to have an optimum or most appropriate capital structure. The basic purpose of capital structure decision is to maximize the value of the firm or shareholders' wealth. When a company issues more debt, the overall cost of the capital will be less. This leads to higher return, higher EPS to equity shareholders. This will in turn lead to higher market value of share. Okay, അതായത് എല്ലാ കമ്പനി എന്താണ് when a company ഒരു എന്താണ് നമ്മളൊരു ബേസിക് പർപ്പസ് എന്താണ് നമ്മുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനായിട്ടൊരു ബാലൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുക കണ്ടെത്തുക. അപ്പോൾ ഒരു കമ്പനി കൂടുതലായിട്ടും ഡെപ്റ്റ് യൂസ് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് കുറവായിരിക്കും. കാര്യം ഡെപ്റ്റിന് എപ്പോഴും ഒരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. മറ്റേതിന് അങ്ങനെയല്ല, നമ്മൾ അധികം പ്രോഫിറ്റ് വരുമ്പോൾ അധികം ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും ഇതിൽ ഇക്വിറ്റി ആകുമ്പോൾ. ദിസ് ലീഡ്സ് ടു ഹയർ റിട്ടേൺ, higher EPS to equity shareholders, but in turn lead to higher market value of share. But equity shareholders will have to bear a higher risk. On the other hand, when a company uses less debt, the overall cost of capital will be high. This leads to lower return to equity shareholders. അല്ലേ, ഇപ്പോൾ നമ്മളൊരു 100 ഷെയർ ഹോൾഡർ മാത്രമേ ഉള്ളൂ, ഒരു 10,000 രൂപ നമുക്കെന്ത് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടി, വരുമാനമല്ല ലാഭം കിട്ടി. അപ്പോൾ 100നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100 രൂപ ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കെന്താണ് നമുക്ക് കുറച്ച് ലോണുണ്ട്, വളരെ കുറച്ച് ലോണേ ഉള്ളൂ. അതിലൊരു 1000 രൂപ നമുക്ക് ലോണിലേക്കുള്ള ഇൻട്രസ്റ്റ് അടയ്ക്കണം ഈ 10,000-ന്. അപ്പോൾ ഇൻട്രസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ് ബാക്കി 9,000 രൂപ ഈ 100 പേർക്ക് 90 രൂപ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ചും കൂടി ഇക്വിറ്റി ഷെയറാണ് വാങ്ങിയതെങ്കിൽ ഒരു 100 ഇക്വിറ്റി ഷെയറും കൂടി കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങി. അപ്പോൾ 200 പേരായി. അപ്പോൾ 10,000 രൂപക്ക് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് എന്ത് കിട്ടുള്ളൂ, ഈ പറയുന്ന ഈ ലാഭവിഹിതം കിട്ടുള്ളൂ
അല്ല, അപ്പോൾ കൂടുതൽ ഇക്വിറ്റി ഷെയർ കൊടുത്താൽ നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിധം കുറയും. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അല്ലെങ്കിൽ ഷെയറിന് കൂടുതലായിരിക്കും. നമ്മൾ കൂടുതലായിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ബാലൻസ് കണ്ടെത്തണം. പക്ഷെ നേരെ മറിച്ച് കൂടുതലായിട്ട് നമ്മൾ ലോണിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ലാഭം കിട്ടിയില്ലെങ്കിൽ എന്താണ് പലിശ കൂടിയിട്ട് റിസ്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കുക. ഇനി ഫൈൻഡിങ് ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഡെപ്റ്റ് കൂടുതൽ വാങ്ങിയാൽ ഷെയറിൻ്റെ വാല്യൂ കൂടുക. ഡെപ്റ്റ് കൂടുതലായിട്ട് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഷെയറിൻ്റെ വാല്യൂ കൂടും. പക്ഷേ ഡെപ്റ്റ് കൂടുതലായിട്ട് വന്നാൽ റിസ്ക് കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഫൈൻഡിങ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഫിനാൻഷ്യൽ ലിവറേജ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ഫേം. ദ റിലേഷൻ ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ലിവറേജ്, cost of capital and value of firm is represented in the following figure. The above graph shows the firm's value is maximum when cost is lowest. This occurs at the debt equity ratio of okay അല്ല OR. Then using any debt equity ratio from OR would reduce firm's value and increase its cost. Thus, optimal capital structure is represented by debt equity ratio at which cost of the capital is lowest and value is highest. അതായത് നമ്മുടെ ഡെപ്റ്റും ഇക്വിറ്റിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് OR ആണ്. ഈ ഒരു പോയിന്റിലാണ് എന്തുള്ളത്, സ്ഥാപനത്തിൻ്റെ വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഗ്രാഫ്. ഇത് കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് ഏറ്റവും കുറവും ഇത് വാല്യൂ ഏറ്റവും കൂടുതൽ. അതായത് കൂടുതൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങുക, കുറഞ്ഞ ഇക്വിറ്റി ഇറക്കുക. അപ്പോൾ എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും, അപ്പോൾ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് OR ആണ്. ഇവിടെ OK എന്ന് കൊടുത്തിട്ടുണ്ട്, OK അല്ല, ഇവിടെ OR ആണ്. ഈ ഒരു പോയിന്റിലാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉള്ളത്. അവിടെയാണ് നമ്മുടെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ളത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് എസെൻഷ്യൽസ് ഓർ റിക്വസിറ്റ്സ് ഓഫ് സൗണ്ട് ഓർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഒരു നല്ല ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തെ കേസാണ് ബാലൻസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ടുള്ള എന്താണ് ഒന്നിലേക്ക് അധികമായിട്ട് ആശ്രയിക്കാതിരിക്കുന്നതാണല്ലോ ബാലൻസ് എന്ന് വെച്ചാൽ. നമ്മളെന്താണ് ഈക്വലായിട്ട് എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതല്ലേ. സോ എന്താണ്, ഫസ്റ്റ് വൺ ഇസ് ബാലൻസ്. ദെയർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഒക്കെ എന്താണ് ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ഡെപ്റ്റ്, അതുപോലെ ഡിബഞ്ചറൊക്കെയാണ്. അപ്പോൾ അത് തമ്മിലൊരു ബാലൻസ് വേണമെന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ഇത് നിങ്ങളോട് ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തത് എക്കണോമിയാണ്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് എൻഷുർ ദ മിനിമം കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ഫിനാൻസിങ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂവും ഫിനാൻസിങ് വളരെ കുറഞ്ഞതായിരിക്കണം. ദ ഫിനാൻഷ്യൽ റിസ്ക് ഷുഡ് ബി മിനിമം. പിന്നെ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ആണ്. അപ്പോൾ ലിക്വിഡിറ്റിയും സോൾവൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ ഡിസൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വെയിറ്റേജ് ഷുഡ് ബി ഗിവൺ ടു ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. അപ്പോൾ ലിക്വിഡിറ്റി എന്താ, പെട്ടെന്ന് വിനിമയിക്കാനുള്ള ക്യാഷ് എപ്പോഴും കയ്യിൽ വേണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇത് സോൾവൻസി, നമുക്ക് എന്താണ് ആവശ്യത്തിനുള്ള എസറ്റ് വേണം നമ്മുടെ ഡെപ്റ്റ് കൊടുത്ത് തീർക്കാനുള്ള. അല്ലേ, നമ്മളൊരു വീട് സ്ഥലം ഇല്ലാതെ പോയി കടം വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കുടുങ്ങിപ്പോവും. അതായത് ഈട് വെക്കാനേ, അതായത് ഇപ്പോൾ ഈട് വെക്കാനല്ല നമുക്ക് അടിച്ച് തീർക്കണമെങ്കിൽ. ഇപ്പോൾ പറയണത് ഒരു വീട് സ്ഥലം മാത്രമേ ഉള്ളൂ, അത് വെച്ച് മാത്രം കുറേ കടം എടുക്കുകയാണ്. അപ്പോൾ സോൾവൻസിനെ ബാധിക്കുകയാണ്. കാര്യം എന്താണ്, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഈ വീട് സ്ഥലം അങ്ങ് പോകും. നേരെ മറിച്ച് നമുക്ക് വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വേറെയും കുറേ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിനൊരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ലോൺ എടുത്താൽ കുഴപ്പമില്ല. ആ ഒരു പോർഷൻ മാത്രമേ കയ്യിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലെ അസറ്റ് എത്ര ഉണ്ട് എന്നുള്ളതാണ് സോൾവൻസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് അസറ്റ് വേണം നമ്മുടെ കയ്യിൽ. ഓക്കെ, പിന്നെന്താണ്, ഒന്ന് ഫ്ലെക്സിബിലിറ്റിയാണ്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് മേ ബി പോസിബിൾ ടു റേസ് ഫണ്ട്സ് വെൻ റിക്വയർഡ് ആൻഡ് ടു റീപേ ദം വെൻ ദേ ആർ നോട്ട് റിക്വയർഡ്. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. കാര്യം എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, നമുക്ക് പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് വേണം, പെട്ടെന്ന് എന്താണ് റീപേ ചെയ്തിട്ട് അത് ഒഴിവാക്കാനും സാധിക്കണം. അപ്പോൾ ഇപ്പോൾ ഇക്വിറ്റി ഷെയർ വാങ്ങി പെട്ടെന്ന് റീപേ ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല, ഡെപ്റ്റൊക്കെ ആകുമ്പോൾ വേഗം റീപേ ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. പിന്നെ സിമ്പിൾ ആയിരിക്കണം അല്ലേ, സിംപ്ലിസിറ്റി. ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഡിഫൈൻ ക്ലിയർലി ദ റൈറ്റ്സ് അറ്റാച്ച് ടു ഈച്ച് ക്ലാസ് ഓഫ് സെക്യൂരിറ്റി.
ദ 6th പോയിന്റ് ഈസ് സേഫ്റ്റി. ഇത് വളരെ സേഫ് ആയിരിക്കണം, അധികം റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ സേഫ് ആയിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയ ക്യാപിറ്റൽ അനാവശ്യ ബിസിനസ്സുകൾ നടത്തിയിട്ട് പൊട്ടിക്കാനും പാടില്ല എന്നുള്ളതും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ മാക്സിമം എന്താണ് റിട്ടേൺ നമ്മളിതിൽ ഉറപ്പ് വരുത്തണം. പിന്നെ പരമാവധി കൺട്രോളും വേണം. ഇപ്പോൾ നിലവിലുള്ള ബിസിനസ്സുകാർക്ക് വരെയും ബിസിനസ് ഓണേഴ്സിന് ഇക്വിറ്റി ഷെയർ വില ഇറക്കി കഴിഞ്ഞാൽ അവരെ കൺട്രോൾ പോകും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ലിവറേജസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാക്കട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വെക്കുക.